നമസ്കാരം. പ്രധാന വാർത്തകൾ. വി.എസിന്റെ സഹോദരി ആഴിക്കുട്ടി അന്തരിച്ചു. സഹോദരന്റെ വിപ്ലവ പോരാട്ട സ്മരണകൾ നെഞ്ചേറ്റ് ജീവിച്ച ആഴിക്കുട്ടി ഓർമ്മയായി. വി.എസ്. അച്യുതാനന്ദന്റെ ഏക സഹോദരി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പറവൂർ വെന്തലത്തറ വീട്ടിൽ ആഴിക്കുട്ടിയാണ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വി.എസിന്റെ ജന്മവീട് കൂടിയായ വെന്തലത്തറ വീട്ടിൽ ഇന്ന് പുലർച്ചെ മരണമടഞ്ഞത്. 1 വർഷത്തിലേറെയായി ശാരീരിക അവശതകളെ തുടർന്ന് കിടപ്പിലായിരുന്നു. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. നെന്മാറ പോത്തുണ്ടി ബോയൻസ് നഗർ സ്വദേശിനി സജിത 2019 ഓഗസ്റ്റ് 31 കൊല്ലപ്പെട്ടത്. കേസിൽ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങളാണ് ഏക പ്രതിയായ ചെന്താമരയ്ക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കുമ്പോൾ ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സജിതയുടെ കുടുംബാംഗങ്ങളും പ്രോസിക്യൂഷനും. വിദ്യാർത്ഥിയുടെ മരണത്തിൽ അധ്യാപികയ്ക്കെതിരെ ആരോപണം. അധ്യാപിക കുട്ടിയെ ഭീഷണിപ്പെടുത്തി. പാലക്കാട് പല്ലൻചാത്തൂരിൽ 14-കാരൻ അർജുന്റെ മരണത്തിൽ അധ്യാപികയ്ക്കെതിരെ ആരോപണം. അർജുനെ അധ്യാപിക നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ മെസ്സേജ് അയച്ചതിന് ഭീഷണിപ്പെടുത്തി. കൂടാതെ ജയിലിലിടുമെന്നും അധ്യാപിക കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നു. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുനാണ് ജീവനൊടുക്കിയത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല, മോദി ഉറപ്പു നൽകി. അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ട്രംപിന്റെ അവകാശവാദം. ഇന്ത്യയുമായി നല്ല ബന്ധമാണുള്ളത്. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ അതൃപ്തിയുണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടെന്ന ഇന്ത്യൻ തീരുമാനം നിർണായക ചുവടുവയ്പ്പാണെന്നും ട്രംപ് പറഞ്ഞു. ചൈന ഇതേ നിലപാട് സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. എന്നാൽ അവകാശവാദത്തോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. സ്കൂൾ ഹിജാബ് വിവാദം. ഹിജാബ് ധരിക്കാതെ വരാമെന്ന് സമ്മതപത്രം വേണമെന്ന് മാനേജ്മെന്റ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പ്രശ്നപരിഹാരം ഇനിയും അകലെ. ഹിജാബ് ഇല്ലാതെ വരാമെന്ന സമ്മതപത്രം നൽകിയാൽ കുട്ടിക്ക് സ്കൂളിൽ തുടരാനെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. എന്നാൽ സമ്മതപത്രം നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് അനസ് പറഞ്ഞു. നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ സ്കൂളിന്റെ നിബന്ധനകൾ അംഗീകരിക്കാമെന്ന് രക്ഷിതാവ് സമ്മതിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷമാണ് നിലപാട് മാറ്റിയത്. പനിയെ തുടർന്ന് കുട്ടി ഇന്നും സ്കൂളിൽ എത്തില്ലെന്ന് രക്ഷിതാവ് പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്കൂളിന് ഏർപ്പെടുത്തിയ പോലീസ് സംരക്ഷണം ഇന്നും തുടരും.